നിങ്ങൾ ഹയർ എഡ്യൂക്കേഷനായിട്ട് ഡെൻമാർക്കിലേക്ക് അഡ്മിഷൻ എടുത്തതോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഡെൻമാർക്കിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നതോ ആയ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ മിസ്സാക്കരുത്. കഴിഞ്ഞ മെയ് 2-നാണ് ഈ ഒരു അപ്ഡേറ്റ് അവർ റിലീസ് ചെയ്തത്, ഡാനിഷ് ഗവൺമെൻറ്. അത് കൺഫേം ചെയ്യാനും കഴിഞ്ഞ കുറച്ച് ദിവസത്തെ റിസർച്ചിലൂടെ എനിക്ക് സാധിച്ചു. സോ ബിഫോർ ഗോയിങ് ഫർദർ, നിങ്ങൾ ഈ ചാനലിൽ ഒരു ഫസ്റ്റ് ടൈം വിസിറ്റർ ആണെങ്കിൽ താങ്ക്സ് ഫോർ ട്യൂണിങ് ഇൻ ആൻഡ് ടേക്ക് എ പോസ്. പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ റൈറ്റ് നൗ. ഇനി അതല്ല, നിങ്ങൾ ഈ ചാനൽ ഓൾറെഡി ഒരു സബ്സ്ക്രൈബ്ഡ് മെമ്പർ ആണെങ്കിൽ താങ്ക്സ് വൺസ് അഗെയിൻ ഫോർ കമ്മിങ് ബാക്ക് ടു ദിസ് ചാനൽ. 3 വലിയ ചേഞ്ചസ് ആണ് ഡാനിഷ് സ്റ്റുഡൻറ്റ് വിസ റിലേറ്റഡ് ആയിട്ട് അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ്, ഡെൻമാർക്കിൽ ഹയർ എഡ്യൂക്കേഷൻ നടക്കുന്നത് ജനറലി 2 രീതിയിലാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ പോകുന്ന സ്റ്റുഡൻസ് എടുക്കുന്നത്. ഒന്ന് ഡാനിഷ് യൂണിവേഴ്സിറ്റീസും, 2 അതായത് ഡാനിഷ് ഡിഗ്രീസും, രണ്ടാമത് നോൺ ഡാനിഷ് ഡിഗ്രീസും. ഇനി ഡാനിഷ് ഡിഗ്രീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഡാനിഷ് യൂണിവേഴ്സിറ്റീസ്, അതായത് ഡെൻമാർക്ക് ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്ന പബ്ലിക് യൂണിവേഴ്സിറ്റീസിനെയാണ് ഡാനിഷ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നോൺ ഡാനിഷ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് വേറെ ഏതെങ്കിലും രാജ്യത്തെ യൂണിവേഴ്സിറ്റീസ്, എന്നാൽ ഡെൻമാർക്കിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോടുകൂടി അവിടെ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റീസ്. മിക്കവാറും അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസ് UK അതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നായിരിക്കും വർക്ക് ചെയ്യുന്നത്. IBA, നീൽസ് ബ്രോക്ക് തുടങ്ങിയ കോളേജസ് ആണ് കൂടുതലായിട്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഈ നോൺ ഡാനിഷ് ഡിഗ്രീസ് ചൂസ് ചെയ്യുന്ന കോളേജസ്. സോ നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ്സ് കൂടുതലായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പ്, ഡെൻമാർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഇൻഡെപ്ത് നോളജ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റഡി ഇൻ ഡെൻമാർക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ കാണേണ്ടതാണ്. അതിനുള്ള ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. അത് കണ്ടേച്ച് മാത്രം മുന്നോട്ട് പോകുക. ഇനി അത് നിങ്ങൾ കണ്ടവരാണെങ്കിൽ ദെൻ ഗോയിങ് ഫർദർ, ഈ നോൺ ഡാനിഷ് ഡിഗ്രി എടുത്ത സ്റ്റുഡൻസിന് ഫസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ഇനി സ്പൗസ് വിസ അലൗഡ് അല്ല. സോ ദാറ്റ് മീൻസ് ഡാനിഷ് യൂണിവേഴ്സിറ്റീസിലേക്കുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റീസ് അവിടുത്തെ പ്രോഗ്രാംസ് എടുത്ത സ്റ്റുഡൻസ് മാത്രമേ ഇനി സ്പൗസിനെയോ ഡിപ്പെൻഡൻസിനെയോ അലൗഡ് ഉള്ളൂ. അപ്ഡേറ്റ് നമ്പർ 2, നോൺ ഡാനിഷ് ഡിഗ്രീസ് എടുക്കുന്ന സ്റ്റുഡൻസിന് ഇനിയും തൊട്ട് പാർട്ട് ടൈം ജോബും അലൗഡ് അല്ല. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഫുൾ ടൈം ജോബിലേയും പോകാനുള്ള സാധ്യതയും ഇനിയും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അത് അവരുടെ സ്റ്റേ ബാക്കിനെയും നല്ല രീതിയിൽ ബാധിക്കും. നേരത്തെ 6 months സ്റ്റേ ബാക്ക് ഉണ്ടായിരുന്നത്. സോ അതിനെയും നല്ല രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഓൺ ദി അതർ സൈഡ്, ഡാനിഷ് ഡിഗ്രീസിന് ഇത് ടോട്ടലി അൺഅഫക്റ്റഡ് ആണ്. സോ നിങ്ങൾ പാർട്ട് ടൈം ജോബ് ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, കാരണം മോസ്റ്റ്ലി ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ നിന്ന് പോകുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈവ്ലിഹുഡ്, ഫുഡ്, ഹോസ്റ്റൽ, അതുപോലെ തന്നെ ട്രാവലിംഗ് തുടങ്ങിയ എക്സ്പെൻസസ് എല്ലാം തന്നെ പാർട്ട് ടൈം ജോബ് വഴിയാണ് ബെയർ ചെയ്യുന്നത്. സോ അത് സാധിക്കാതെ വരികയാണെങ്കിൽ ഒത്തിരി സ്റ്റുഡൻസിനെ അത് ഫിനാൻഷ്യലി നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ തീർച്ചയായിട്ടും ഈ പോയിന്റ് നിങ്ങൾ മനസ്സിൽ വെക്കുക. പോയിന്റ് നമ്പർ 3, ഇത് നേരത്തെ ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഞാൻ പറയുകയുണ്ടായി സ്റ്റേ ബാക്കിൻ്റെ കാര്യം. അതായത് ഇനി നോൺ ഡാനിഷ് ഡിഗ്രീസ് എടുക്കുന്ന സ്റ്റുഡൻസിന് നേരത്തെ ഉണ്ടായിരുന്ന 6 months സ്റ്റേ ബാക്ക് പോലും അവൈലബിൾ ആവണമെന്നില്ല. അതേസമയം ഡാനിഷ് ഡിഗ്രീസ് എടുത്ത സ്റ്റുഡൻസിന് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 3 year PSW സ്റ്റിൽ ആപ്ലിക്കബിൾ ആണ്. സോ നിങ്ങൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണ്, അല്ലെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആകാൻ ആഗ്രഹിക്കുന്ന, ഡെൻമാർക്കിൽ പഠിച്ച് അവിടെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നോൺ ഡാനിഷ് ഡിഗ്രീസ് എടുക്കാണ്ടിരിക്കുന്നതാവും ഇനിയുള്ള ടൈമിൽ ഒത്തിരി നല്ലത്. ഒന്നാമതേ കോമ്പറ്റീഷൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇത്രയധികം റെസ്ട്രിക്ഷൻസ് കൂടെ വന്നു കഴിഞ്ഞാൽ ഡെൻമാർക്കിൽ അതൊരു ചലഞ്ചിങ് ടാസ്ക് തന്നെ ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ, ഡെൻമാർക്കിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ഡെൻമാർക്കിലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ തന്നെ ഇനി ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് കാര്യമുള്ളൂ. ഡെൻമാർക്കിൻ്റെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ടൈം ഇൻടേക്കിൻ്റെ 6 to 8 months ബിഫോർ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തെങ്കിലേ സക്സസ്ഫുള്ളി നമ്മൾക്ക് ആ ഇൻടേക്കിന് കാര്യങ്ങൾ ചെയ്ത് തീർത്ത് ഇവിടുന്ന് ഫ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മേജർ ഇൻടേക്ക് വരുന്നത് സെപ്റ്റംബർ ആണ്. ജനുവരിയിലും കുറച്ച് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. സോ ജനുവരി ഇൻടേക്കിന് നിങ്ങൾ നോക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇപ്പോൾ അർജൻറ്റ് ബേസിസിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇനി സെപ്റ്റംബർ ആണെങ്കിൽ കഴിയുന്നത് ഒരു ഫെബ്രുവരി മാർച്ച് ആ ഒരു ടൈമിനുള്ളിൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഒത്തിരി നല്ലതായിരിക്കും. കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഒരു കാര്യം കൂടെ അടിവരയായിട്ട് പറയാം. ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് ഒക്കെ തന്നെ യൂണിവേഴ്സിറ്റീസ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ. ഇനി അതല്ല പ്രോഗ്രാംസ് ബേസ് ചെയ്തിട്ടുള്ളതല്ല.
സോ ദാറ്റ് മീൻസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ആണെങ്കിലും മാസ്റ്റേഴ്സ് ഡിഗ്രി ആണെങ്കിലും ഡാനിഷ് ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്ന പബ്ലിക് യൂണിവേഴ്സിറ്റീസിലാണെങ്കിൽ യു ആർ ടോട്ടലി അൺഅഫക്റ്റഡ് ബൈ ദീസ് ചേഞ്ചസ്. ഇനി ബാച്ചിലേഴ്സ് ഡിഗ്രിക്കാണെങ്കിൽ ജനറലി ഡെൻമാർക്കിൽ 13 years ഓഫ് എഡ്യൂക്കേഷൻ ആണ് വേണ്ടത്. 12th ശേഷം 1 year ഓഫ് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിപ്ലോമ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഓക്കെയാണ്. മാസ്റ്റേഴ്സിന് ജനറലി 12+4 years ഓഫ് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് വേണ്ടത്, അല്ലെങ്കിൽ 12th ശേഷം 3 year ബാച്ചിലേഴ്സ് പ്ലസ് 2 year മാസ്റ്റേഴ്സ് ആണ് വേണ്ടത്. സോ യൂറോപ്പല്ല, മറ്റ് ഏത് കൺട്രീസ് ആയാലും ശരി, നിങ്ങളൊരു ഇൻഫോംഡ് ഡിസിഷൻ മൾട്ടിപ്പിൾ കൺട്രീസും യൂണിവേഴ്സിറ്റീസും കമ്പയർ ചെയ്തിട്ട് ബെസ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീരിയസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മളെ കണക്ട് ചെയ്യാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. യു ക്യാൻ ചെക്ക് ദാറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ യു ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. അതുപോലെ ഞാൻ മറ്റേതെങ്കിലും കൺട്രിയെക്കുറിച്ചോ ഏതെങ്കിലും പ്രോഗ്രാമിനെക്കുറിച്ചോ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ please subscribe this channel right now. Thank you for watching and see you in another video.